തോട്ടങ്ങളിലൂടെ ഒരു യാത്ര. തോട്ടങ്ങളിലൂടെ ഓട്ടം. ഞാൻ കോട്ടെല്ലാം കിട്ടി ഇറങ്ങിക്കൊണ്ടത് മഴ എന്നൊരു സാധനമില്ല. ഞാൻ പോയി എന്തെന്ന് വെച്ചാൽ മഴ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാഗാൻ വന്നിട്ട് നാണക്കേടായല്ലോ. ഏതും ഫോറസ്റ്റ് ബംഗ്ലാവത്തോ. ഇത് താഴെ ആ വ്യൂ പോയിൻ്റ് പോകണേ, എലപ്പാറ വ്യൂ പോയിൻ്റ്. പക്ഷെ അവിടത്തേക്ക് ഗൂഗിൾ മാപ്പിൽ എന്തൊക്കെ, പക്ഷേ ഇതിലൂടെ ജസ്റ്റ് താഴേക്ക് ഇറങ്ങിയാൽ അഴക്ക്. പക്ഷേ അപ്പോഴത്തേക്കുള്ള വഴി കണ്ടുപിടിക്കലാണ് പണി. തേയിലക്കാടുകൾക്കിടയിൽ എങ്ങനെയുള്ള ഇവിടെ എത്തി. ഇവിടുത്തെ ഒരു വെള്ളം പോകുന്ന വഴിയാണ്. ഇത് നോക്കിയിട്ട് ഇതുവഴി നേരെ താഴോട്ടിറങ്ങിയാൽ താഴെത്തും. ഇളകിയ കല്ലുണ്ടാവും, പാമ്പുണ്ടാവും, പുലിയുണ്ടാവും. റിസ്ക്കാണ്, എന്തായാലും പ്രശ്നമില്ല, എളുപ്പ വഴിയാണ്. വല്യന്മാരിലേക്ക് വല്യന്മാർക്ക് വഴിയുണ്ടാവും. ദൂരം പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഉരുളം കല്ലായിരിക്കും, ചില ഗ്രിപ്പ് കിട്ടും, നല്ല ചെരുപ്പായിരിക്കും. എളുപ്പമെന്നുണ്ടെന്ന് ചെരുപ്പായാലും നല്ലത്. പിന്നെ നല്ല ഭക്തിയാനം വെക്കുന്നത് വളരെ നല്ലതാണ്. മഴയുണ്ട്, പ്രശ്നമില്ല. ഓക്കെ, കണ്ട് ഇങ്ങനെയാണോട് തലപ്പിടിക്കണം. ഇല്ലെങ്കിൽ ഓണം കവറില്ലെങ്കിൽ അങ്ങനെ നമ്മൾ പകുതി കവർ ചെയ്തിട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ 50-ാം ദിന ആഘോഷം. നമ്മുടെ തുള്ളിക്കളി മഴയുണ്ട്, പ്രശ്നമില്ല. മഴയുണ്ട്, പ്രശ്നമില്ല. നമ്മൾ തുള്ളുകയാണ്. ഓ ഹോയ് ഹോയ്. പിന്നെ കുറച്ച് ദിവസം പ്രശ്നമില്ല. ഓ ഇമാതിരി സംഭവം ഉപ്പും എടുക്കാൻ മറന്നു. അട്ടയുണ്ടെങ്കിൽ പ്രശ്നമാകും. വന്ന വഴി ഇതിന് വെറും 1/2 കിലോയാണ് എത്തുന്നത്. അതുമാതിരി ആനപ്പുറം ഉള്ളതുപോലെ ഉണ്ട്. എൻ്റെ ബാക്കിൽ ചെടി വന്നു. ഞാൻ വിചാരിച്ചത് ഓക്കെ. അങ്ങനെ ഈ റൂട്ടിലൂടെ എങ്ങനെയല്ലോ താഴെത്തി. ഇനി പ്രശ്നമില്ല, റോഡ് അതോ ആ റൂട്ടിലൂടെ നല്ല താഴെത്തി. ഇനി പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഓക്കെ. ഇല്ല, മഴ വെച്ചാൽ അത് ഇവിടുത്തെ പർവ്വത കാലാവസ്ഥയാണ്. ചെറിയ വാറത്തി 1/2 മണിക്കൂർ എടുത്തു. 1/2 മണിക്കൂർ കൊണ്ടാണ് താഴെത്തി. പ്രശ്നമില്ല, ഡെയിലി ഇങ്ങനെ വരാൻ പറ്റില്ല. തടി കുറയും. ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന മല. ഉണ്ട് ഇറങ്ങിയ സ്ഥലത്ത് കുന്നിൻ്റെ അവിടുന്ന് ഡയറക്റ്റ് ഇറങ്ങി ഇവിടെ പെണ്ണ് സൂര്യൻ. ഇതാണ് ഞാൻ ഇറങ്ങി വന്ന വഴി.
ഏലപ്പറബിപ്പോയുണ്ട് സൂര്യൻ കണ്ടട മഴ പോയി വെയിൽ വന്നു മഴ പോയി വെയിൽ വന്നു ഏലപ്പറ കണ്ടിൽ മഴ പോയി വെയിൽ വന്നു വെയിൽ പോയി മഴ വരുമോ ആ കുന്നിന് മുകളിൽ കൂടുന്ന കാരണം വഴി ബസ് വരാൻ തുടങ്ങിയൊന്ന് അറിയില്ല.